ചരിത്ര സാംസ്കാരിക പാരമ്പര്യമുള്ള പഴയ ഓണാട്ടുകരയുടെ തലസ്ഥാനമായിരുന്ന മാവേലിക്കരയ്ക്ക് പറയാനുള്ളത് ഒരുപിടി വികസന പദ്ധതികളാണ്. അച്ചൻകോവിലാറിൻ്റെ തീരത്തുള്ള മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൻ്റെ വികസന വിശേഷങ്ങളിലേക്ക്. മാവേലിക്കര മണ്ഡലത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ പശ്ചാത്തല സൗകര്യ മേഖലകളിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിന്റെ സവിശേഷ പ്രാധാന്യം നിലനിർത്തിക്കൊണ്ടുള്ള വികസന പദ്ധതികൾക്കാണ് MLA ആയ MS അരുൺകുമാർ രൂപം നൽകിയിരിക്കുന്നത്. സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, ഒന്നും രണ്ടും ഗവൺമെൻറ് സംസ്ഥാനത്താകെ കിഫ്ബി വഴി വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ മാവേലിക്കര മണ്ഡലത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ പശ്ചാത്തല സൗകര്യ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ 132 കോടി രൂപയുടെ കിഫ്ബിയുടെ വികസനം നടക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ 14 കോടിയോളം രൂപയാണ് വിവിധ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും പ്രവർത്തനങ്ങൾ തുടങ്ങിയതും പൂർത്തീകരിച്ചതുമായ പദ്ധതികൾ. പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഭാഗമായി മാവേലിക്കരയിലെ റോഡുകൾ കിഫ്ബിയുടെ സഹായത്തോടെ മിന്നിത്തിളങ്ങുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. മാവേലിക്കര മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു മാവേലിക്കരയിലെ കല്ലുമല റെയിൽവേ മേൽപ്പാലം. 38.22 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ വലിയ ആവശ്യത്തിന് കിഫ്ബി വഴി നിറം പകർന്നു നൽകിയത്. ഈ സ്വപ്നം പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. കല്ലുമല റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി 11 കോടിയോളം രൂപ സ്ഥലം ഏറ്റെടുത്തവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞു. ടെൻഡർ നടപടികളിലേക്ക് കല്ലുമല റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രവർത്തനം എത്തുകയാണ്. ഇതോടെ ഏറ്റവും വേഗത്തിൽ മാവേലിക്കരയുടെ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമാകുകയാണ് കിഫ്ബി വഴി. പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ ഭാഗമായി മാവേലിക്കരയിലെ റോഡുകൾ കിഫ്ബിയുടെ സഹായത്തിൽ മിന്നിത്തിളങ്ങുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു മാവേലിക്കരയിലെ കല്ലുമല റെയിൽവേ മേൽപ്പാലം. കിഫ്ബി വഴി 38.22 കോടി ചിലവഴിച്ചുകൊണ്ടാണ് ആ വലിയ ആവശ്യത്തിന് ഗവൺമെൻറ് നിറം പകർന്നു നൽകി ആ സ്വപ്നം പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു. കിഫ്ബി വഴി മാവേലിക്കര ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനായി 132 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കിയത്. 7 നിലകളിലുള്ള കെട്ടിടം ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. മാവേലിക്കര ജില്ലാ ആശുപത്രി മാവേലിക്കരയെ സംബന്ധിച്ച്, അല്ലെ മാവേലിക്കരയിലെ ജനങ്ങളെ സംബന്ധിച്ച് ഏതാണ്ട് 50 കിലോമീറ്ററിനപ്പുറമുള്ള മെഡിക്കൽ കോളേജിലേക്ക് എത്തുക എന്നുള്ളത് ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ജില്ലയിലെ ഏറ്റവും ഇങ്ങേയറ്റത്തുള്ള മണ്ഡലമാണ് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര. ജില്ലാ ആശുപത്രിയിലെ 132 കോടി രൂപയുടെ വികസനം പൂർത്തിയാകുന്ന നിലയിലേക്ക് എത്തുന്നു. 7 നില കെട്ടിടം, ബഹുനില കെട്ടിടം പൂർത്തിയായിരിക്കുന്നു. മെഡിക്കൽ കോളേജ് വരെ എല്ലാ കാര്യങ്ങൾക്കും പോകാതെ മാവേലിക്കരയിൽ തന്നെ ഇക്കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആരോഗ്യ മേഖലയുടെ ശ്രദ്ധേയമായ കരുത്തും കാവലുമായി കിഫ്ബിയുടെ ഈ പ്രോജക്റ്റിലൂടെ മാറുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി 14 കോടി രൂപയാണ് കിഫ്ബി വഴി മാവേലിക്കര മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ പ്രധാന സ്കൂളുകളിലൊന്നായ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനായി 5 കോടി രൂപയാണ് കിഫ്ബി വഴി ചെലവഴിച്ചത്. കുന്നം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപയും ചെലവഴിച്ചു. വള്ളിക്കുന്നം പഞ്ചായത്തിലെ ഇരിക്കുളം, കാമ്പശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ സ്കൂൾ കെട്ടിട നിർമ്മാണത്തിനായി 3 കോടി രൂപയാണ് ചെലവഴിച്ചത്. ചുനക്കര സ്കൂൾ, കുടശനാട് സ്കൂൾ, മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിലായി 5 കോടിയിൽ പരം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്കായി 14 കോടി രൂപയാണ് കിഫ്ബി വഴി മാവേലിക്കര മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്. 5 കോടി രൂപയുടെ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇലിപ്പിക്കുളം കാമ്പിശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ സ്കൂള് വള്ളികുന്നം പഞ്ചായത്തിലെ 3 കോടി രൂപയിൽ സ്കൂൾ കെട്ടിടവും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മണ്ഡലത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളതും 3 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന താമരക്കുളം വെറ്റമുക്ക് റോഡ് 68 കോടി രൂപ മുതൽ മുടക്കി പൂർത്തീകരിച്ചു. പുതിയകാവ് കറ്റാനം റോഡിൽ 18.15 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. പുതിയാവ് കറ്റാനം റോഡ് 18 കോടി രൂപയാണ് ഈ റോഡിൻ്റെ നവീകരണത്തിനായി ചിലവഴിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ താമരക്കുളം വെറ്റമുക്ക് റോഡ് 3 മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്ന മാവേലിക്കര മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് താമരക്കുളം വെറ്റമുക്ക് റോഡ്. 68 കോടി രൂപയാണ് കിഫ്ബി വഴി നടപ്പിലാക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും പശ്ചാത്തല സൗകര്യ വികസന രംഗത്തും മാവേലിക്കരയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കിഫ്ബി വഴി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. വികസന വഴിയിൽ മാവേലിക്കരയും നവകേരളത്തിനൊപ്പം മുന്നേറുകയാണ്, കാലത്തിനൊത്ത മാറ്റങ്ങളുമായി. കോഴിക്കോട് ജില്ലയിലെ പ്രധാന മലയോര പട്ടണമായ തിരുവമ്പാടി. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ഉൾപ്പെടുന്ന തിരുവമ്പാടി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. കുടിയേറ്റ ഭൂമിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ തിരുവമ്പാടിയുടെ വികസന യാത്രകൾ കാണാം. അനവധി വെള്ളച്ചാട്ടങ്ങളും കുന്നുകളും ചെരിവുകളും സമതലങ്ങളും പാറക്കെട്ടുകളും ഇടകലർന്ന അതിമനോഹരമായ ഭൂപ്രകൃതിയാണ് തിരുവമ്പാടിയുടേത്. ചാലിയാറിന്റെ ഭാഗമായ ഇരുവഞ്ഞിപ്പുഴ തിരുവമ്പാടിയുടെ സമീപത്തുകൂടിയാണ് ഒഴുകുന്നത്. റബ്ബർ, തെങ്ങ്, കവുങ്ങ് എന്നിവ കൃഷി ചെയ്യുന്ന ഇവിടെ തദ്ദേശീയരുടെ മുഖ്യ തൊഴിലും കൃഷി തന്നെ. ഏറെ വിനോദസഞ്ചാരികൾ തേടിയെത്തുന്ന വെള്ളിമല സ്ഥിതി ചെയ്യുന്നത് തിരുവമ്പാടിയിലാണ്. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, കാരശ്ശേരി, കോടഞ്ചേരി, കൊടിയത്തൂർ, കൂടരഞ്ഞി, പുതുപ്പാടി, മുക്കം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് തിരുവമ്പാടി നിയമസഭാ മണ്ഡലം.
1977 രൂപീകൃതമായ മണ്ഡലത്തിലെ നിലവിലെ നിയമസഭാ സാമാജികൻ ലിൻഡോ ജോസഫാണ്. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കിഫ്ബി പദ്ധതിയിലൂടെ 3000 കോടി രൂപയോളം വരുന്ന സംഖ്യയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. റോഡ് പ്രവൃത്തികൾ മാത്രം 516 കോടി രൂപയുടേതാണ്. ഏകദേശം 100 കിലോമീറ്ററോളം ദൂരം റോഡ് പ്രവൃത്തികൾ ഈ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കുകയാണ്. തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൻ്റെ സമസ്ത മേഖലയിലും എത്തിച്ചേരാൻ കഴിയുന്ന നിലയിലുള്ള വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി സഹായകരമാവുന്നത്. 248 കോടി രൂപ മുടക്കിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മലയോര ഹൈവേയുടെ ഭാഗമായ വലിയ ഒരു ഭാഗം 44 കിലോമീറ്റർ ദൂരം മലയോര ഹൈവേ തിരുവമ്പാടി മണ്ഡലത്തിൽ 248 കോടി രൂപ മുടക്കിയാണ് സർക്കാർ നിർമ്മിക്കുന്നത്. തിരുവമ്പാടി മണ്ഡലത്തിൽ കിഫ്ബി സാമ്പത്തിക സഹായത്തിലൂടെ 3000 കോടി രൂപയുടെ അതിനൂതനവും വിപുലവുമായ വികസന പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഗതാഗത മേഖലയിൽ മാത്രം 516 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സാധ്യമാകുന്നത്. 100 കിലോമീറ്ററോളം പൊതുനിരത്തുകളുടെ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ വൻ മാറ്റങ്ങൾ സമ്മാനിച്ചു കഴിഞ്ഞു. 44 കിലോമീറ്റർ ദൂരം വരുന്ന തിരുവമ്പാടി മലയോര ഹൈവേയ്ക്ക് 248 കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. കൈതപ്പൊയിൽ അഗസ്ത്യമുഴി പാതയ്ക്കായി പാത 98 കോടി രൂപ ചെലവഴിച്ച് നവീകരിച്ചു. 108 കോടി രൂപ ചെലവഴിച്ചാണ് തിരുവമ്പാടി മറിപ്പുഴ പ്രധാന പാത 10 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന മലയോര ഹൈവേ പദ്ധതിയിൽ നേരത്തെ ഉൾപ്പെടുത്താതെ പോയ അകമ്പുഴ കക്കാടംപൊയിൽ റോഡ് നിർമ്മാണത്തിനായി 34 കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഉന്നത നിലവാരം ഉറപ്പാക്കുന്ന മികച്ച ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യമാണ് മണ്ഡലത്തിലെ പൊതുഗതാഗത മേഖലയിൽ വൻ കുതിപ്പ് നടത്താൻ സഹായകമായത്. മലയോര ഹൈവേയുടെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ ആ റീച്ചിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോയ കൂമ്പാറ അകമ്പുഴ കക്കാടംപൊയിൽ റോഡിന് 26 കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ് വിനിയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ അടിവാരം കേളൻമൂല പദ്ധതി കിഫ്ബി പദ്ധതിയുടെ പരിഗണനയിലുള്ള പ്രവൃത്തികളാണ്. ഇങ്ങനെ വലിയ വികസന പ്രവർത്തനം 516 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന പൂർത്തീകരിച്ചതുമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ തിരുവമ്പാടി മണ്ഡലത്തിൻ്റെ റോഡ് പ്രവൃത്തിയിൽ മാത്രമുണ്ട്. ഏകദേശം 100 കിലോമീറ്ററോളം ദൂരമാണ് ഉന്നത നിലവാരത്തിലേക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ റോഡ് എന്ന നിലയിലേക്ക് ഉന്നത നിലവാരത്തിലേക്ക് മാറിയത്. വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന നീക്കങ്ങൾ നടത്താൻ കിഫ്ബി സാമ്പത്തിക സഹായത്തിലൂടെ സാധിച്ചു കഴിഞ്ഞു. ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്താൻ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 3 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് വേണ്ടി വൻ തുകയാണ് ചെലവഴിച്ചത്. നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 5 കോടി രൂപ, ഗവൺമെന്റ് ഹൈസ്കൂൾ ചെറുവാടിക്ക് 3 കോടി രൂപ, പുതുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 3 കോടി രൂപ, 3.90 കോടി രൂപ ചെലവിലാണ് ചേന്നമംഗലം ഗവൺമെന്റ് UP സ്കൂൾ കെട്ടിട നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഗവൺമെന്റ് UP സ്കൂൾ മണാശ്ശേരിക്കായി 1 കോടി രൂപ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിങ്ങല്ലൂരിനായി 1 കോടി രൂപ, നായർക്കുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസനത്തിനായി 1 കോടി രൂപ, ഗവൺമെന്റ് കോളേജ് വികസന പ്രവർത്തനങ്ങൾക്കായി 11 കോടി രൂപയുടെ കർമ്മ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള തുക അനുവദിക്കാൻ വേണ്ടി കഴിഞ്ഞു. 3 ഗവൺമെൻറ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറികളാണ് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലുള്ളത്. നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 5 കോടി രൂപയാണ്. ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 കോടി രൂപയ്ക്കാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഇപ്പം നിർമ്മാണത്തിലിരിക്കുന്ന പുതുപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിന് 3 കോടി രൂപയാണ് അനുവദിച്ചത്. 3,90,00,000 രൂപ മുടക്കിയാണ് ചേന്നമംഗലൂർ ഗവൺമെൻറ് UP സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. അതോടൊപ്പം മണാശ്ശേരിയും തോട്ടുമുക്കത്തും കൈതപ്പൊയിലുമെല്ലാം 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടക്കുകയാണ്. തൊട്ടടുത്തുള്ള ഗവൺമെൻറ് കോളേജ്
ഗവൺമെൻറ് കോളേജിന് 11 കോടിയുടെ വികസന പ്രവർത്തനം നടത്താനാണ് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി പദ്ധതിയിലൂടെ തയ്യാറായിട്ടുള്ളത്. പ്രാദേശിക തലത്തിൽ കായിക മേഖല സജീവമായിരുന്ന തിരുവമ്പാടി മണ്ഡലത്തിലെ കായിക രംഗം ശക്തമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി മാമ്പറ്റ സ്റ്റേഡിയം അത്യാധുനിക തരത്തിൽ നവീകരിക്കുന്നതിനായി 6.67 കോടി രൂപയുടെ വിപുലമായ പദ്ധതികളാണ് സാധ്യമായിരിക്കുന്നത്. 21.5 കോടി രൂപ ചെലവിട്ടാണ് ചാലിയാറിന് കുറുകെ കൂളിമാട് മേൽപ്പാല വികസനം ഉറപ്പാക്കിയിട്ടുള്ളത്. ലോകശ്രദ്ധ നേടുന്ന തരത്തിൽ വിഭാവനം ചെയ്ത ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്കായി 2148 കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. എണ്ണമറ്റ വികസന മുന്നേറ്റങ്ങൾ, ജനവിധിയെ അനുകൂലമാക്കിയ കർമ്മ പദ്ധതികൾ, തിരുവമ്പാടി ഹൈടെക് യുഗത്തിലേക്ക് ഉയർത്തപ്പെടുന്ന വികസന നാമ്പുകൾ മണ്ഡലത്തിലാകെ പടർന്നു കഴിഞ്ഞു.